ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൈലറ്റാണല്ലോ നമ്മുടെ മറിയം ജുമാന നമ്മളെ തങ്ങളെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. തങ്ങളെ നമ്മളെ വിളിച്ചിരുന്നു, തങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കവിടെ ഭയങ്കര സ്വീകരണമായിരുന്നു കേട്ടോ. തങ്ങളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഞങ്ങളും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ തങ്ങളുടെ വസതിയിലെത്തി. നമുക്ക് തങ്ങളെ കാണാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം. ഞാൻ ഇതുവരെ ഇവരാരെയും അടുത്തുനിന്ന് കണ്ടിട്ടില്ല കേട്ടോ. എനിക്കതാണ് ഭയങ്കര സന്തോഷമായത്. ഏതായാലും നമ്മളെ ജുമാനമോൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പം. എല്ലാവരും അവളുടെ ഒരു എന്താ പറയുക, ഓരോരോ അപ്ഡേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ഞാൻ ഇന്നലെ അവളെ വീട്ടിൽ പോയപ്പം അവർ എന്നോട് പറഞ്ഞു ഞങ്ങൾ പാണക്കാട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാനും അവരെ കൂട്ടത്തിൽ പാണക്കാട് വന്നു. പിന്നെ അവിടെ ബീവിമാർ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഉള്ളിൽ അവരെ കാണാൻ പോയി. അപ്പോൾ അവിടെ നമുക്ക് നല്ല സൽക്കാരമായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരുമായിട്ട് നല്ല സെൽഫി എടുക്കലും ഫോട്ടോസ് എടുക്കലും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഒരുപാട് വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉള്ളിൽ ഒരുപാട് സമയം ഉമ്മാനെ ഏറ്റവും മക്കളേറ്റും എല്ലാവരേറ്റും അവിടെ ഒരുപാട് ബന്ധുക്കളുണ്ട്, അവരൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് ഒരുപാട് സന്തോഷമായിച്ചാൽ എൻ്റെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് കാണണം എന്നൊക്കെ. പക്ഷെ അതിങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തന്ന എൻ്റെ ഈ സപ്പോർട്ട് എനിക്ക് ഭയങ്കര വിലപ്പെട്ടത് തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഉഷാറായിട്ട് കയറി വരുന്നുണ്ട്. ഇനിയും തുടർന്നും ഈ സപ്പോർട്ട് കൂടെ വേണം. നമ്മുടെ ജുമാനമോള് 7 മണിക്കൂറേ പറത്തിയിട്ടുള്ളൂ. ഇനിയും ബാക്കി അവേഴ്സ് അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് മോൾക്ക് കണ്ണ് തട്ടാതെ നല്ല ഒരു പൈലറ്റായിട്ട് അവൾ നമ്മളെ നാട്ടിലേക്ക് എത്തട്ടെ. 15-ാം തീയതി ജുമാനമോൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫിറോസിനെ കണ്ടു, അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരുമായിട്ട് കുറച്ചൊക്കെ ചർച്ച ചെയ്തു. പിന്നെ നമ്മൾ കൊട്ടുകര സ്കൂളിലെ മാഷുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ചും കൂടി അവിടെ ഇരുന്നിട്ട് സംസാരിച്ചു. നല്ലൊരു ഹാപ്പി ആയിട്ടോ, നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു സമയമായിരുന്നു. ഏതായാലും നമ്മൾ ജുമാനമോൾ അവിടുന്ന് തങ്ങളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം തങ്ങൾ അവളെ നന്നായി ഒന്ന് അനുഗ്രഹിച്ച് അവിടുന്ന് നമ്മൾ തങ്ങളോട് യാത്രയൊക്കെ പറയാനും വേണ്ടിയിട്ട് പിന്നെ അവളെ കാര്യങ്ങളൊക്കെ ഒരുപാട് തങ്ങൾ എങ്ങനെയാണ് എന്താണ് ഏതാണ് ഒക്കെ ചോദിച്ചറിഞ്ഞിട്ടോ. അവളോട് പറഞ്ഞ് നീ ഉഷാറായിട്ട് വാ, ഒരുപാട് ഉയരങ്ങളിലൊക്കെ എത്തട്ടെ. പിന്നെ ഈ മോനെ ഇവനും പൈലറ്റാകാൻ പഠിച്ചതാണ്. ഇപ്പം എവിടെ നിന്നോട് പറഞ്ഞിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി. ഓർമ്മ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ തങ്ങൾ അവളെ ഒന്ന് മന്ദിരിച്ച് ഓടുന്നുണ്ട് കേട്ടോ. നമ്മളെ ജുമാനമോൾ ആരും കണ്ണ് തട്ടാതിരിക്കട്ടെ. അങ്ങനെ ഏതായാലും ഈ മിടുക്കിക്കുട്ടി തങ്ങളോട് യാത്ര പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അവിടുന്ന് തങ്ങളെ ഉളപ്പാണ് കേട്ടോ അപ്പുറത്തുള്ളത്. ഉപ്പ തങ്ങളെ കൈയൊക്കെ പിടിച്ച് ഒക്കെ സലാം പറഞ്ഞ് അവിടുന്ന് ഞങ്ങളെല്ലാവരും പോരാണ് കേട്ടോ. ഇനി ജുമാനമോളെ നമുക്ക് തിങ്കളാഴ്ച മുതൽ അവൾ പോകും. അപ്പോൾ ഇനിയൊരു യാത്രയപ്പ് ഉണ്ടാവുമോ അറിയില്ല കേട്ടോ. അപ്പോൾ തങ്ങൾ അവളെ യാത്ര അയക്കുകയാണ്. അവിടുന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് അവൾ ഉഷാറായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കെല്ലാവർക്കും അവളെ കൂടെ വിമാനത്തിൽ ഉംറയും ഹജ്ജും ഒക്കെ ചെയ്യാൻ നമുക്ക് പോകണം. അതിനുള്ള വിധി പടച്ചോൻ നമുക്ക് തരട്ടെ. ഏതായാലും അവളെ ഈ ആഗ്രഹം സഫലമാകട്ടെ. ഈ വിമാനം പൊങ്ങുന്നത് കണ്ടോ, ഇതുപോലെ നമുക്ക് അവളെ കൂട്ടത്തിൽ പോകണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. ഒരുപാട് ഹവേഴ്സ് ഇനി അവൾക്ക് ബാക്കിയുണ്ട്. 7 മണിക്കൂറേ അവൾ പറത്തിയിട്ടുള്ളൂ. ഇനി ഒരു ലൈസൻസും കൂടി കിട്ടാനുണ്ട്. അതും കൂടി കിട്ടിയിട്ട് അവൾ നമ്മളെ നാട്ടിൽ മലപ്പുറത്തുകാരി മറിയം ജുമാന പൈലറ്റായിട്ട്, ഇപ്പോൾ അവൾ പൈലറ്റാണ്, ട്രെയിനി പൈലറ്റാണ്. എങ്കിലും ഇനി ഫുൾ
എല്ലാ പഠിപ്പും കഴിഞ്ഞ് അവൾ ഇറങ്ങട്ടെ എന്ന് നമ്മൾ ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും, ബായ്.